തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അടുത്ത മാസം 20-ന് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സംഗമത്തിൽ ഏകദേശം 3000-ഓളം അയ്യപ്പന്മാർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തിന് തന്നെ മാതൃകയായ ആരാധനാലയമാണ് ശബരിമല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ എത്തുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കേൾക്കാൻ ഒരു പദ്ധതി വേണമെന്ന് ദേവസ്വം മന്ത്രി VN വാസവനും പറയുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകൃതമായിട്ട് 75 വർഷങ്ങളായതുകൊണ്ട് ഇങ്ങനെ ഒരു സംഗമത്തിന്റെ ആവശ്യമുണ്ടെന്ന് ദേവസ്വം പ്രസിഡന്റും പറയുന്നു. തീർച്ചയായും ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമത്തിന്റെ ആവശ്യകത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുണ്ട്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1252 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ വെറും 58 ക്ഷേത്രങ്ങൾക്ക് മാത്രമാണ് നിത്യ ചിലവുകൾക്കുള്ള വരുമാനം ലഭിക്കുന്നത്. ബാക്കിയുള്ള 1200ഓളം വരുന്ന ക്ഷേത്രങ്ങളിൽ ശബരിമലയിൽ നിന്നും വരുന്ന വരുമാനം കൊണ്ട് മാത്രം പുലർന്നു പോകുന്നവയാണ്. പ്രതിവർഷം ഏകദേശം 350 കോടി രൂപയോളം ശബരിമലയിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വരുമാനം ലഭിക്കുന്നുണ്ട്. ഈ 350 കോടിയെ ആശ്രയിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങൾ പുലർന്നു പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും 1500 കോടിയോളം രൂപയാണ് ശബരിമലയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം. ഒരു അയ്യപ്പൻ ശബരിമല കയറി ഇറങ്ങുമ്പോൾ ഏതാണ്ട് 200 മുതൽ 250 വരെ സർക്കാരിന് ലഭിക്കുമെന്നാണ് ഏകദേശ കണക്ക്. അതുകൊണ്ട് അയ്യപ്പന്മാരെ പരിഗണിക്കേണ്ടതുണ്ട്. അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കേൾക്കേണ്ടതുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കാനിരിക്കുന്ന ഈ അയ്യപ്പ സംഗമം ഇതേ ലക്ഷ്യങ്ങൾ വെച്ച് മാത്രമല്ല നടക്കാനിരിക്കുന്നത്. അതിന് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. ആ രാഷ്ട്രീയ താല്പര്യത്തിന് ഏതാണ്ട് 5 വർഷത്തോളം പഴക്കമുണ്ട്. 2018 സെപ്റ്റംബർ 28-ന് ശബരിമലയെ സംബന്ധിച്ച് സുപ്രീം കോടതി സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചു. സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം തടയുന്നത് ഭരണഘടന അനുവദിച്ചിട്ടുള്ള തുല്യതയ്ക്ക് എതിരാണെന്നതായിരുന്നു സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് വിധിച്ചത്. സുപ്രീം കോടതി വിധി വന്ന് 2 ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തീരുമാനമെടുക്കുന്നു. ഇനി മുതൽ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഒരുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്ന്. പിണറായിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ വിശ്വാസികൾക്കിടയിൽ വലിയ കോളിളക്കമാണ് ഉണ്ടായത്. അങ്ങനെ പത്തനംതിട്ടയും ശബരിമലയും ഒരു പോർക്കളമായി മാറുന്ന കാഴ്ചയാണ് ഉണ്ടായത്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ഉം LDF-ഉം നിലംപരിശാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. തീർച്ചയായും ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിന് പരാജയം നേരിടേണ്ടി വന്നുവെന്ന് തന്നെ പറയാം. ആകെയുള്ള 20 സീറ്റുകളിൽ ഒരെണ്ണം മാത്രമാണ് CPM-ന് ലഭിച്ചത്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു ചിത്രമാണ് LDF-നുണ്ടായത്. 2019-ൽ തന്നെ ശബരിമല വിഷയത്തിലെ പാളിച്ച മനസ്സിലാക്കിയ കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ള ഇടതുപക്ഷത്തിന്റെ മുതിർന്ന നേതാക്കൾ ഹിന്ദു കുടുംബങ്ങളിൽ ചെന്ന് ശബരിമല വിഷയത്തിൽ തെറ്റുപറ്റിയെന്ന് തുറന്നു സമ്മതിച്ചത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ഒരു മുഴം മുന്നേ എറിഞ്ഞതാണ്. പക്ഷേ 2024-ലും ഇടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെച്ചമുണ്ടാക്കാനായില്ല. വീണ്ടും ഒരു സീറ്റിലേക്ക് മാത്രം ഒതുങ്ങേണ്ടി വന്നു. ആ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റ് നേടി കോൺഗ്രസും തൃശൂരിൽ 1 സീറ്റ് നേടി BJP-യും കളം നിറഞ്ഞു. തൃശൂർ മണ്ഡലത്തിൽ ശബരിമലയുടെ എഫക്റ്റ് ആണ് ഉണ്ടായതെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. ഈഴവ വിഭാഗത്തിന് വലിയ ആധിപത്യമുള്ള മണ്ഡലമാണ് തൃശൂർ. BJP-ക്ക് അനുകൂലമായത് ശബരിമല വിഷയമാണെന്ന് പറയുന്നവരുണ്ട്. കൂടാതെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. ഇതൊക്കെ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിന് വിള്ളലേൽക്കാൻ കാരണമായി. CPM-ന്റെ ഈഴവ വോട്ടുകൾ വലിയ രീതിയിൽ ചോർന്ന് BJP-യിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൂടാതെ 2015-ൽ SNDP-യുടെ നേതൃത്വത്തിൽ BDJS എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടി കേരളത്തിൽ ഉയർന്നു വന്നിരുന്നു. NDA-യുടെ ഘടക കക്ഷിയായ BDJS-ലൂടെ ഈഴവ സമുദായത്തിലേക്ക് BJP കടന്നു കയറാൻ ശ്രമിച്ചതും ഇടതിന്റെ വോട്ട് ബാങ്കിനെ സാരമായി തന്നെ ബാധിച്ചിരുന്നു. ചേലക്കരയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50,000-ത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാധാകൃഷ്ണന് ഉപതെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും വലിയൊരു വോട്ട് ചോർച്ച നേരിടേണ്ടി വന്നു. സംവരണ മണ്ഡലം കൂടിയായ ചേലക്കരയിൽ BJP വോട്ട് ഉയർത്തുകയും CPM-ന് അടിപതറുകയും ചെയ്തിരുന്നു. ഈഴവ വോട്ടുകൾ മാത്രമല്ല ദളിത് വോട്ടുകളും ഇടതിന് നന്നേ നഷ്ടമായിരുന്നു. ഇത്തരത്തിൽ ഹിന്ദു വോട്ട്, പ്രത്യേകിച്ച് വിശ്വാസികളുടെ വോട്ട് തിരിച്ചു പിടിക്കേണ്ടത് CPM-ന്റെ ആവശ്യമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഗമത്തിന് രൂപം കൊടുത്തതെന്ന് കരുതേണ്ടിയിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓട്ടോണമസ് ബോഡിയാണെന്ന് പറയാറുണ്ടെങ്കിലും ആഗോള അയ്യപ്പ സംഗമം എന്ന പരിപാടിക്ക് നേതൃത്വം നൽകുന്നതും അത് നടത്തുന്നതുമൊക്കെ കേരള സർക്കാരാണ്. ആ അർത്ഥത്തിൽ ഹിന്ദു വോട്ട് ബാങ്കിലേക്ക് വീണ്ടും നുഴഞ്ഞു കയറാനുള്ള CPM-ന്റെ ഒരു രാഷ്ട്രീയ പദ്ധതി തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം എന്നതിൽ സംശയം വേണ്ട.